സേഫ് ഇഞ്ചക്ഷൻസ് ആൻഡ് ഇൻഫ്യൂഷൻ പ്രാക്ടീസസ്. നിങ്ങൾ എല്ലാവരും ഇഞ്ചക്ഷൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്, ഇൻഫ്യൂഷൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ആ കാണിച്ചിരിക്കുന്ന സ്ലൈഡിൽ ഓൺ നീഡിൽ ഓൺ സിറിഞ്ച് ഓൺലി ഓൺ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഉണ്ട് എല്ലാ ഇൻഫർമേഷനും, എന്താണ് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നീഡിൽ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും സിറിഞ്ച് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് സെഷനിലോട്ട് കടക്കാം. Safe injection practices are intended to prevent transmission of infectious diseases between one patient and another. നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ളതാണ് സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് എന്ന് നമുക്കറിയാം. ഓർ ബിറ്റ്വീൻ എ പേഷ്യന്റ് ആൻഡ് ഡെന്റൽ ഹെൽത്ത് കെയർ പേഴ്സണൽ ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ ആൻഡ് ഇഞ്ചക്ഷൻ ഓഫ് മെഡിക്കേഷൻസ്. അല്ലെങ്കിൽ ഒരു പേഷ്യന്റിൽ നിന്ന് ഒരു ഡെന്റൽ ഹെൽത്ത് കെയറിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിലോട്ടോ, ഡെന്റൽ ഹെൽത്ത് കെയർ പേഴ്സണൽ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യം, ഒരുപാട് രീതിയിലുള്ള നീഡിൽസും ഇഞ്ചക്ഷൻസും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് അത് ശ്രദ്ധിക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് അതിന്റെ സെഷൻസ് ഒക്കെ ഇനി വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞത്. സോ സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് ഇൻഫെക്ഷ്യസ് ആയ ഡിസീസസിന്റെ ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ളതാണെന്ന് മാത്രം. അത് ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യമാണ് ഇതിൽ ഇപ്പോൾ പറഞ്ഞത്. എ സേഫ് ഇഞ്ചക്ഷൻ ഈസ് ഓൺ ഡസ് നോട്ട് ഹാം ദ റെസിപ്പിയന്റ്, ഡസ് നോട്ട് എക്സ്പോസ് ദ പ്രൊവൈഡർ ടു എനി അവോയ്ഡബിൾ റിസ്ക് ആൻഡ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ വേസ്റ്റ് ദാറ്റ് ഈസ് ഡേഞ്ചറസ് ടു ദ കമ്മ്യൂണിറ്റി. ഒരു സേഫ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരാളെയും ഹാം ചെയ്യാത്തതായിരിക്കണം, ഒരു രീതിയിലുള്ള എക്സ്പോഷർ, എന്തെങ്കിലും അവോയ്ഡബിൾ ആയിട്ടുള്ള റിസ്കിനോട്ട് എക്സ്പോഷർ ഉണ്ടാകാത്ത രീതിയിലുള്ളതായിരിക്കണം. അത് കമ്മ്യൂണിറ്റിക്ക് യാതൊരു ഡേഞ്ചർ ഉണ്ടാക്കാത്ത, അതായത് അതിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റിക്ക് ഒരു ഡേഞ്ചർ ഉണ്ടാക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യമായിരിക്കണം സേഫ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ സേഫ്റ്റി ഈസ് ആൻ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് ബേസിക് ഇൻഫെക്ഷൻ കൺട്രോൾ. നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോള് നമ്മുടെ ആശുപത്രികളിലൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്. അതിന്റെ ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്കറിയാം. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇഞ്ചക്ഷൻ സേഫ്റ്റി എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അൺസേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെല്ലാവരും ഇഞ്ചക്ഷൻ കൊടുക്കുന്നവരാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് അൺസേഫ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ പ്രാക്ടീസസ്. Unsafe injection practices are caused by avoidable risky situations and practices including lack of awareness of the risk of unsafe injection. അപ്പൊ എന്തൊക്കെയാണ് അൺസേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് എന്നുള്ള കാര്യം? അപ്പൊ അതില് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കാതെയോ നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രശ്നങ്ങൾ കാരണം ഇൻക്ലൂഡ് ആയി പോകുന്ന കുറെ അൺസേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം? അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങളൊന്ന് ലാക്ക് ഓഫ് അവയർനെസ് ഓഫ് ദ റിസ്ക് ഓഫ് അൺസേഫ് ഇഞ്ചക്ഷൻസ്. പല ആൾക്കാർക്കും എന്താണ് അൺസേഫ് ഇഞ്ചക്ഷൻസ് എന്നുള്ളതും അതിനെപ്പറ്റി അറിയായിരിക്കും, പക്ഷെ അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഉണ്ടാകത്തില്ല. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. നമുക്ക് അതിനെപ്പറ്റി ഒരു അവെയർ ആണെങ്കിൽ, നമ്മളൊരു കാര്യത്തെപ്പറ്റി അവെയർ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്, അതിന്റെ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. Overuse of injections for illness for which effective oral medications exist. Overuse of injections for illness for which effective oral medications exist. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പേഷ്യൻസ് എല്ലാം ഡോക്ടേഴ്സിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, എനിക്ക് ഗുളികയൊന്നും വേണ്ട, എനിക്ക് ഇഞ്ചക്ഷൻ മതി ഡോക്ടറെ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു രീതിയുണ്ട്. അപ്പൊ ആ രീതികൾ കൊണ്ട് തന്നെ ആലോചിച്ച് നോക്കണം, ഇഞ്ചക്ഷൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ. അതൊരു കാരണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓവർ യൂസ് ഓഫ് ഇഞ്ചക്ഷൻസ്, നമ്മൾ ഓറൽ മെഡിക്കേഷന് പകരം ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ദ വയൽ ഈസ് യൂസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ്. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന വയൽ ഒരുപാട് പ്രാവശ്യം. ഇപ്പൊ ആംപ്യൂളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആംപ്യൂൾ നമ്മൾ സിംഗിൾ യൂസിനുള്ള സാധനമാണ്. നമ്മൾ ഇനി പറയുന്നുണ്ട്, ആ ആംപ്യൂളില് ഒറ്റ പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റ പ്രാവശ്യമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നമ്മളെ പല സിറ്റുവേഷനിലും അതിനെ വീണ്ടും കോട്ടൺ വെച്ച് കവർ ചെയ്തിട്ട് അത് വീണ്ടും യൂസ് ചെയ്യാൻ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു തെറ്റായ രീതിയാണ്. സോ വയൽ ഈസ് യൂസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ് എന്നുള്ള ഒരു സംഭവം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അൺസേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് ആണ്. ദ സ്കിൻ ഈസ് നോട്ട് പ്രോപ്പർലി ഡിസ്ഇൻഫെക്റ്റഡ്. പല സാഹചര്യത്തിലും വാർഡിലെ തിരക്ക് കൊണ്ടോ
എന്താണെങ്കിലും പല സാഹചര്യത്തിലും നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പ്രോപ്പറായിട്ട് സ്കിൻ ഒന്ന് ഡിസിൻഫെക്ട് ചെയ്യാതെ അതിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം നമുക്കറിയാം, തീർച്ചയായിട്ടും മൈക്രോ ഓർഗാനിസംസ് ഇൻസേർട്ട് ആവും ഇഞ്ചക്ഷനിലൂടെ. അത് സ്കിന്നിനകത്തോ നമ്മുടെ വെയിൻസിലോ ആർട്ടിലോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ദ പാക്കേജ് നോട്ട് സ്റ്റെറൈൽ. നമുക്കുള്ള ഇഞ്ചക്ഷൻ പാക്കേജ്, ഇഞ്ചക്ഷൻ മരുന്ന് സ്റ്റെറൈൽ ആവാതിരിക്കുക. അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് പറയാം. The injection is given incorrectly, which can cause damage to the nerve and lead to paralysis of the area. ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വഴി നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് സൈറ്റിലല്ല ഇഞ്ചക്ഷൻ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഡാമേജ് ആക്കാൻ സാധ്യതയുള്ള നെർവുകളുണ്ട് അല്ലെ. അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലോട്ട് കറക്റ്റ് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ ആയിരിക്കത്തില്ല, സബ്ക്യൂർ കൊടുക്കേണ്ടായിരിക്കും, അത് മാറിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നെർവ് ഡാമേജ് ആവുകയാണെങ്കിൽ എന്ത് പറ്റും? പാരാലിസിസ് ആണ് അതിന്റെ റിസൾട്ട്. അപ്പൊ നമ്മളായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഫ്രം റീക്യാപ്പിംഗ് നീഡിൽസ്. ഒരുപാട് സാഹചര്യങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹെൽത്ത് കെയർ വർക്കർ തന്നെ ഇഞ്ചക്ഷൻ കൊടുത്ത്, ഒരു പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതിനുശേഷം അത് നമ്മൾ റീക്യാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഹെൽത്ത് വർക്കേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഹെൽത്ത് വർക്കേഴ്സ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ലാക്ക് ഓഫ് ക്ലീൻ വർക്ക് സ്പേസസ്. നമ്മുടെ വർക്ക് സ്പേസിൽ ക്ലീൻ അല്ലെങ്കിൽ ശരിക്കും ക്ലീൻ ആയിട്ടുള്ള വർക്ക് സ്പേസ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടാകും. അത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റിലും എല്ലാ എക്യുപ്മെന്റിലും കാണും. ശരി തന്നെയാണ്, നമ്മുടെ ഈ പറഞ്ഞ നീഡിലും സിറിഞ്ചും എല്ലാം സ്റ്റെറിലൈസ്ഡ് പാക്കേജിൽ വരുന്നതാണ്. പക്ഷെ നമ്മളത് പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് സമയത്തിലാണ് നമ്മളത് ലോഡ് ചെയ്ത് അത് പേഷ്യന്റിന് കൊടുക്കുന്നത്. സോ ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ വർക്ക് സ്പേസ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൂടുതൽ അവിടെ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ഈ പറഞ്ഞ എല്ലാ എക്യുപ്മെന്റിലും എൻറ്റർ ചെയ്യാൻ സാധ്യതയാണ്. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. റീയൂസ് ഓഫ് സിറിഞ്ചസ് ബിക്കോസ് ഓഫ് ഷോർട്ടേജസ് ഓഫ് സിറിഞ്ചസ്. അപ്പോ ഇത് നമ്മുടെ സാഹചര്യത്തിൽ വളരെയധികം കാണാത്ത ഒരു കാര്യമാണ്. റീയൂസ് ഓഫ് സിറിഞ്ചസ് ബിക്കോസ് ഓഫ് ഷോർട്ടേജസ് ഓഫ് സിറിഞ്ചസ്. സിറിഞ്ചസിന്റെ ഷോർട്ടേജ് കൊണ്ട് നമ്മളത് സാധാരണ റീയൂസ് ചെയ്യുന്നത് നമ്മളിവിടെ കാണാറില്ല, പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാം. എസ്പെഷ്യലി പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അൺസേഫ് ഷാർപ്സ് കളക്ഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ ഈ പറഞ്ഞ യൂസ് ചെയ്ത നീഡിൽസ് കളക്ട് ചെയ്യുക, അതിനുശേഷം അത് വീണ്ടും വേസ്റ്റ് മാനേജ്മെന്റ് വഴി കളയുക എന്ന് പറയുന്ന സിറ്റുവേഷനിലും ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഇത് കോണ്ടാക്ട് വരുന്നത് വഴിയും നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അൺസേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസിൽ വരുന്ന കാര്യങ്ങളാണ്. റിസ്ക് അസോസിയേറ്റഡ് വിത്ത് അൺസേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് എന്ന് പറയുന്നതാണ് അടുത്ത നമ്മുടെ ടോപ്പിക്. റിസ്ക് അസോസിയേറ്റഡ് വിത്ത് അൺസേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ്. എന്തൊക്കെ റിസ്കുകളാണ് അൺസേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? The disease most frequently passed on through unsafe injection practices are hepatitis B, hepatitis C and HIV or AIDS. നമുക്കറിയാവുന്ന കാര്യമാണ്, HIV AIDS ഒക്കെ ഒരുപാട് പേടിപ്പിക്കുന്ന അസുഖങ്ങളായിട്ട് നമ്മൾ പല കാലഘട്ടത്തിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഒക്കെ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന നീഡിൽ ട്രിക്കുകൾ വഴി നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്താൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് മുൻപിൽ. അതിന്റെ പെർസെൻറ്റേജ് നമ്മൾ താഴെ പറയുന്നുണ്ട്. അൺസേഫ് ഇഞ്ചക്ഷൻസ് ക്യാൻ ഓൾസോ കോസ് ആബ്സിസസ്, സെപ്റ്റിസീമിയ ആൻഡ് നെർവ് ഡാമേജ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആബ്സിസസ് നമുക്കറിയാം, സെപ്റ്റിസീമിയ എന്താണെന്ന് അറിയാം, നെർവ് ഡാമേജ് നമുക്കറിയാം. സോ ഈ കാര്യങ്ങളെല്ലാം അൺസേഫ് ഇഞ്ചക്ഷൻ വഴി ഉണ്ടാകാം. അതായത് ഒരു പ്രശ്നമില്ലായിരുന്ന ഒരാൾക്ക് നമുക്കിതെല്ലാം കൊടുക്കാൻ പറ്റും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു അശ്രദ്ധ കൊണ്ട് ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പാടില്ല. ലെസ് ഫ്രീക്വന്റ്ലി ഹെമറാജിക് ഫീവേഴ്സ് ആൻഡ് മലേറിയ കൻ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ്. സോ നമ്മുടെ കൺസെപ്റ്റിൽ എപ്പോഴും ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ HIV AIDS ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ. പക്ഷേ ഹെമറാജിക് ഫീവേഴ്സ് ആണെങ്കിലും മലേറിയ ആണെങ്കിൽ പോലും ഇത് ബ്ലഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അസുഖങ്ങളുടെ ഗണത്തിൽ വരുന്നതാണ്. സോ അത് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ കരുതുന്ന പോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സി അങ്ങനെയുള്ള മാത്രമല്ല, മലേറിയ വരെ നമുക്ക് ഈ പറഞ്ഞ ബ്ലഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ആൻഡ് HIV ഒരു പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, 30% ഉണ്ട്. HIV എന്ന് പറയുന്നത് 0.3% ആണ്. അതായത് ഇത്ര പ്രിക്കുകൾ, നീഡിൽ പ്രിക്കുകൾ ഉണ്ടാകുന്നെങ്കിൽ അതിൽ 0.3%, 100% നീഡിൽ പ്രിക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ 0.3% ചാൻസ് ആണ്
നമുക്ക് HIV ട്രാൻസ്മിറ്റ് ചെയ്യാൻ. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ 30% ചാൻസ് ആണ്, അതായത് ഏറ്റവും കൂടുതൽ ചാൻസ് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഉണ്ടെന്നാണ്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഓഫ് സേഫ് ഇഞ്ചക്ഷൻ ആൻഡ് ഇൻഫ്യൂഷൻ പ്രാക്ടീസസ്. എന്തൊക്കെയാണ് നമുക്ക് അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് സേഫ് ആയിട്ട് ഇഞ്ചക്ഷൻസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, അതിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് എസെപ്റ്റിക് ടെക്നിക്സ്. എസെപ്റ്റിക് ടെക്നിക്സ് നമുക്കറിയാം, ഒരു ഇൻഫെക്ഷനും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ക്ലീൻ ആയിട്ട്, വളരെ എന്താ പറയുന്നത്, എസെപ്റ്റിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിച്ച് ഈ പ്രൊസീജിയർ ചെയ്യാവുന്നത്. Aseptic techniques include handling, preparing and storing medications, and all associated supplies for injection and infusions in a manner that prevents microbial contamination. സാധാരണ നമ്മൾ വാർഡിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എസെപ്റ്റിക് ആയിട്ട്, അതായത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകാതെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. പക്ഷെ പല സാഹചര്യങ്ങളിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ വയല് പൊട്ടിച്ചിട്ട് അതിൽ അതേ നീഡിൽ തന്നെ വെച്ച് അന്നത്തെ ഷിഫ്റ്റും അന്ന് രാവിലത്തെ ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ്, സെക്കൻഡ് ഷിഫ്റ്റിന് വരെ അത് വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. അത് സെപ്റ്റിക് ടെക്നിക്കാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ സെപ്റ്റിക് ടെക്നിക്. അപ്പൊ നമ്മളായിട്ട് ഇൻഫെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നീഡില് ഓപ്പൺ ആയിട്ട് നീഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു എസെപ്റ്റിക് ടെക്നിക്കല്ല, ഇറ്റ്സ് എസെപ്റ്റിക് ടെക്നിക്. സോ ആലോചിച്ച് നോക്കണം, നമ്മുടെ കുട്ടികളോ നമ്മുടെ അച്ഛനമ്മമാരാണ് അങ്ങനെ കിടക്കുന്നതെങ്കിൽ നമ്മളൊരു മരുന്ന് അതുപോലെ നീഡിൽ വെച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കും തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്യത്തില്ല. സോ അതൊരു ബാഡ് ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മൾ മെഡിക്കൽ നെഗ്ലിജൻസിലൊക്കെ വരുന്ന ഒരു കാര്യമാണ്. അപ്പം എസെപ്റ്റിക് ടെക്നിക്സ് നമ്മൾ ഫോളോ ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള എസെപ്റ്റിക് ടെക്നിക്സ് ഫോളോ ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീൻ വർക്ക് സ്പേസ് ആണ്. സോ നമ്മുടെ വർക്ക് സ്പേസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. മെയിൻറ്റെയിനിങ് എ ക്ലീൻ ആൻഡ് ഹൈജീനിക് വർക്ക് പ്ലേസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അറേഞ്ച് all items properly and easily accessible. So നമ്മുടെ വർക്ക് പ്ലേസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. പക്ഷേ പല ഷിഫ്റ്റിലും നമ്മൾ വന്ന് കയറുമ്പോൾ കഴിഞ്ഞ ഷിഫ്റ്റിലുള്ള ആൾക്കാർ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിനെ നമ്മൾ നൈസായിട്ട് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. സോ അത് ഒരു പ്രോപ്പർ മെത്തേഡ് ആണെന്ന് കരുതരുതൊരിക്കലും. നമ്മുടെ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണോ ചെയ്യേണ്ടത്, എങ്ങനെയാണോ നമ്മളെ വർക്ക് പ്ലേസ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്, അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അറേഞ്ച് ഓൾ ഐറ്റംസ് പ്രോപ്പർലി ആൻഡ് ഈസിലി ആക്സസിബിൾ. അപ്പൊ നമുക്ക് എല്ലാ ഐറ്റംസും പ്രോപ്പർലി ആക്സസിബിൾ ആയിട്ടുള്ളതും പ്രോപ്പറായിട്ട് മെത്തേഡിലും അറേഞ്ച് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. നമുക്കറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. നമ്മൾ വീട്ടിലാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വർക്ക് പ്ലേസിൽ നമ്മളത് ചെയ്യത്തില്ല. പക്ഷെ അത് തന്നെ നമുക്ക് വർക്ക് പ്ലേസിൽ കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോളോ വർക്ക് പ്ലേസ് മാനേജ്മെന്റ് 5S മെത്തഡോളജി എന്ന് പറയുന്ന ഒരു വർക്ക് പ്ലേസ് മാനേജ്മെന്റ് മെത്തഡോളജി ഉണ്ട്. 5S മെത്തഡോളജീസ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് സോർട്ട്, എല്ലാം അടുക്കി വെക്കുക. അതായത് ഇപ്പോൾ ഒരു നീഡിൽ ആണെങ്കിലും ശരി, സിറിഞ്ചസ് ആണെങ്കിലും ശരി, അതിന്റെ സൈസ് അനുസരിച്ച് ഒരു ബോക്സിൽ അപ്പൊ 5 cc-യുടെ 5 cc-യുടെ സിറിഞ്ച്, 10 cc-യുടെ സിറിഞ്ച്, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുക. പിന്നെ നീഡിലാണെങ്കിൽ ഗോജ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പൊ അത് നല്ല രീതിയിൽ സോർട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു ഗോജുള്ള നീഡിൽസ് മാത്രം ഒരു സ്ഥലത്ത് കളക്ട് ചെയ്യുക. സെറ്റ് ഇൻ ഓർഡർ. ഇനി കളക്ട് ചെയ്തതിനെല്ലാം ഒരു ഓർഡറിലാക്കി വെക്കുക. അത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വർക്ക് പ്ലേസ് എപ്പോഴും നീറ്റ് ആയിരിക്കണം, തിളക്കമുള്ളതായിരിക്കണം എന്നാണ് ഷൈൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. വളരെ ക്ലീൻ ആയിരിക്കണം. നമുക്കത് എപ്പോഴും നമുക്ക് തന്നെ ഒരു സന്തോഷം തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. മാക്സിമം മൈക്രോബിയൽ ഓർഗാനിസംസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്ലീൻ ചെയ്ത് ഇടുക. ദെൻ സ്റ്റാൻഡർഡൈസ്. ഇപ്പൊ ഒരു വാർഡിൽ നമ്മൾ സ്വയം പ്രയത്നിച്ച് ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വേറൊരു വാർഡിൽ വേറൊരു രീതിയിലാണ്, അപ്പുറത്തെ വാർഡിൽ വേറൊരു രീതിയാണ്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ആയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു ഹയർ അതോറിറ്റിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവരുടെ കെയർ ഓഫിൽ തന്നെ, അവരുടെ ഒരു ഗൈഡൻസിൽ ഈ പ്രൊസീജിയേഴ്സിനെ, ഈ സോർട്ടിങ്ങിനെയും ഈ ഓർഡറിനെയും ഈ ക്ലീൻലിനെസിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ടൊരു കോമൺ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക. ദെൻ ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോകണം. സസ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ബി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കണം. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കത്തില്ല. ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയിരിക്കണം. അത് നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യണം. ഇതാണ് 5S മെത്തഡോളജീസ് ഇൻ നമ്മുടെ വർക്ക് പ്ലേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്
സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഹാൻഡ് ഹൈജീൻ, നമ്മുടെ കൈയുടെ ഹൈജീൻ, ഹാൻഡ് ഹൈജീൻ. നമ്മൾ കൊറോണ സമയത്തൊക്കെ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ക്ലാസ്സുകളും എല്ലാം കഴിഞ്ഞതാണ്, അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹാൻഡ് ഹൈജീൻ ഈസ് ബേസിക് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്ര പേര് ഒരു പേഷ്യന്റിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഹാൻഡ് വാഷ് ചെയ്തിട്ട് പോകാറുണ്ട്? ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, അറിയാം നമുക്ക്. പക്ഷേ നമ്മൾ ഗ്ലൗസ് ധരിച്ചിട്ട് പോകാം, അതൊരു ഹാൻഡ് ഹൈജീനിന്റെ മെത്തേഡാണ്. എങ്കിലും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ വേറൊരു പേഷ്യന്റ് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുശേഷം വന്ന് ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഗ്ലൗസ് ധരിച്ച് പോവുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഹാൻഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. Hands are the principal route by which cross infections occurs, and therefore hand washing is one of the most important standard precautions for preventing the spread of the disease. So ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ കൊറോണ സമയത്ത് അത് അറിഞ്ഞിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഹാൻഡ് വാഷിങ്ങിനാണ്. കാരണം ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്നതിന്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഹാൻഡ് ഹൈജീൻ ഇല്ലായ്മയാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് പേഷ്യന്റ് അസസ്മെന്റ്. സോ നമ്മൾ ഇഞ്ചക്ഷന് പോകുന്ന ഇഞ്ചക്ഷൻ മെഡിക്കേഷൻ ഒക്കെ എല്ലാം ചെയ്യുന്ന സമയത്ത്, കൊണ്ടുപോകുന്ന സമയത്തെല്ലാം നമ്മൾ പേഷ്യന്റിനെ അസസ് ചെയ്തിരിക്കണം. അസസ് ദ പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി നോക്കുക, കാര്യങ്ങളൊക്കെ അറിയുക. ദെൻ അവർക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ടായിരുന്നോ, മെഡിക്കേഷന്റെ അലർജി നേരത്തെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇപ്പോഴുള്ള മെഡിക്കേഷൻസ്, കറന്റ് മെഡിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയുക. Then vital signs before administering any injection or infusion. സോ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആളുടെ ടെമ്പറേച്ചറും ബാക്കി കാര്യങ്ങൾ, റെസ്പിറേറ്ററി റേറ്റ്, BP അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം മെഷർ ചെയ്യുക. കാര്യം ഇപ്പം ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ വന്നൊരു പേഷ്യൻ്റ്, ഒരു എമർജൻസി അല്ലാതെ വന്നൊരു പേഷ്യൻ്റ് നമ്മൾ പലപ്പോഴും ഇതൊന്നും മോണിറ്റർ ചെയ്യാറില്ല. എനിവേ നമ്മൾ ഓർഡർ ചെയ്യുന്ന മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാറേ ഉള്ളൂ. പക്ഷേ എങ്കിലും എന്തിനാ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഡോക്ടർ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നഴ്സിന് ആ പേഷ്യന്റിനെ അസസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഈ മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പേഷ്യന്റിന് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകാം. ഈ ചേഞ്ചസ് എല്ലാം അയാൾക്ക് വേണ്ടിയിട്ട്, അയാളുടെ ഇപ്പോഴത്തെ ഒരു ഫിസിക്കൽ കണ്ടീഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇല്ലേ എന്നൊന്നും നമുക്ക് അസസ് ചെയ്ത് പറയാൻ പറ്റും. ആ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. സോ അസസ് ദ പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി, അലർജീസ്, കറന്റ് medications, vital signs before administering any injection or infusion. So അടുത്തതായിട്ട് prepare the equipment. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് prepare the equipment. Sterile and new syringe, also needle with the reuse prevention or injury protection feature whenever possible. അപ്പൊ എപ്പോഴും നമ്മൾ പുതിയ സിറിഞ്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ, നീഡിലും പുതിയതായിരിക്കണം. പിന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് സിംഗിൾ യൂസ് നീഡിൽസ് ഒക്കെ കിട്ടും. സിംഗിൾ യൂസ്, അതായത് ഒറ്റ പ്രസ്സിൽ, സിംഗിൾ യൂസ് നീഡിൽസ് അല്ല, സിംഗിൾ യൂസ് സിറിഞ്ചസ് കിട്ടും. ആ ഒറ്റ പ്രസ്സിൽ തന്നെ അതിന്റെ മെക്കാനിസം ബ്രോക്ക് ആവുന്ന രീതിയിലുള്ള. സോ അങ്ങനത്തെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതെല്ലാം എപ്പോഴാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പഠിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നീഡില് ഒരു സിറിഞ്ച് എന്നുള്ള മെത്തേഡിൽ നമ്മളെപ്പോഴും മുന്നോട്ട് പോകണം. യൂസ് റെക്കമെൻഡഡ് നീഡിൽ ഗോജ് ഫോർ റുട്ടീൻ ഇഞ്ചക്ഷൻ ആൻഡ് ഫ്ലിബോട്ടമി പ്രൊസീജിയേഴ്സ്. ഏത് സൈസ് ആണോ, ഏജ് അനുസരിച്ചും പേഷ്യന്റിനനുസരിച്ചും കൊടുക്കുന്ന മെഡിക്കേഷൻ അനുസരിച്ചും ഒക്കെ നമുക്ക് നീഡിൽ ഗോജിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അത് അനുസരിച്ചുള്ള റുട്ടീൻ ഇഞ്ചക്ഷൻസിന്, ഫ്ലിബോട്ടമി അതായത് ബ്ലഡ് കളക്ഷൻ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനാണെങ്കിലും ശരി, അത് ശ്രദ്ധിച്ച് വേണ്ട രീതിയിലുള്ള, ഇപ്പൊ കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് വലിയ നീഡിൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അവർക്ക് അത് ഇഞ്ചുറി കൂട്ടത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതനുസരിച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള നീഡിലും പ്രോപ്പർ ആയിട്ടുള്ള സിറിഞ്ചും യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. Check the expiration dates and integrity of all equipment and medications. So എല്ലാ എക്യുപ്മെന്റിന്റെയും മെഡിക്കേഷൻസിന്റെയും എക്സ്പിറേഷൻ ഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സിറിഞ്ചിലാണെങ്കിലും നീഡിലാണെങ്കിലും അതിലൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പൊ അത് പലരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള നീഡിൽസ് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിറിഞ്ചസ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈവൻ ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ശരി, ചില സിറിഞ്ചുകളിൽ നോക്കിക്കഴിഞ്ഞാൽ സിറിഞ്ചുകളുടെ അകത്ത് കല്ല് കിടക്കുന്നവരെ കണ്ടിട്ടുണ്ട്, അതായത് സിറിഞ്ചിന്റെ കവറിനകത്ത് ഇത് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു നഴ്സിന് പെട്ടെന്ന് മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനോ പറ്റും. അത് യൂസ് ചെയ്യാതിരിക്കുക, അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക, എക്സ്പയറി ഡേറ്റ് കറക്റ്റ് ആണോ ഇല്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നിസ്സാരമെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്.
ഒരാളുടെ ലൈഫിനെ അഫക്ട് ചെയ്യുന്ന സാധനമായിരിക്കും. ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സിറിഞ്ച് കണ്ടാമിനേറ്റഡ് ആണ്. അപ്പോൾ നമ്മളായിട്ട് അതിലൊരു മെഡിക്കേഷൻ എടുത്ത് ആ പേഷ്യന്റ് കൊടുക്കുകയാണെങ്കിൽ ആ പേഷ്യന്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ആരായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം? നിങ്ങൾ അറിയുന്നുണ്ടാകത്തില്ല, കാര്യം നിങ്ങൾ കൊടുത്ത വഴിയാണ് ആ ഇഞ്ചക്ഷൻ വഴിയാണ് ഇൻഫെക്ഷൻ വന്നത്. പക്ഷെ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, ജസ്റ്റ് സെക്കൻഡുകൾ മാത്രം മതി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ പ്രിപ്പയർ ദ എക്യുപ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആയിരിക്കണം. അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് നമ്മൾ അത് അറിഞ്ഞ് തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദെൻ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ ദ മെഡിക്കേഷൻ. മെഡിക്കേഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? സ്റ്റെറൈൽ വയൽ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഡയല്യൂട്ട്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. സ്റ്റെറൈൽ വയൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അൺസ്റ്റെറൈൽ ആണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, താഴോട്ട് പറയുന്നുണ്ട്. ഇൻസ്പെക്ട് ദ വയൽ ഫോർ നെയിം ഓഫ് ദ മെഡിക്കേഷൻ. ആ മെഡിക്കേഷന്റെ നെയിം ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. ഒരേ പേര് വരുന്ന പേരുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, അത് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. അപ്പൊ അത് നമ്മുടെ വാർഡിൽ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തിരിക്കണം. ഒരേ മെഡിക്കേഷൻ പോലെ തോന്നുന്ന മെഡിക്കേഷൻസ് നമ്മൾ എടുത്ത് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് തന്നെയാണോ ഇല്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിരിക്കണം. ഇൻസ്പെക്ട് ദ മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ആൻഡ് ബാച്ച് നമ്പർ. ഒരു മെഡിക്കേഷന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കണം, എക്സ്പയറി ഡേറ്റ് നോക്കണം, ദെൻ ബാച്ച് നമ്പർ നോക്കണം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം അത് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഒരു മെഡിക്കേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈവൻ ഒരു ബ്രെഡ് ആണെങ്കിൽ പോലും നമ്മൾ വാങ്ങിച്ച എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഒരു മെഡിക്കേഷൻ കൊടുക്കുന്നതിന്റെ ആ ഒരു ഡേഞ്ചർ സൈഡ് ആലോചിച്ച് നോക്കുക. സോ ഇത് എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്നില്ലെന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലും നമ്മൾ ഇതൊന്നും നോക്കാതെ ഒരുപാട് പേഷ്യൻസിന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് പേഷ്യൻസിന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. കാര്യം എന്താണ്? ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി നമ്മളവിടെ ഇപ്പൊ ഹെഡ് നഴ്സ് കാണും, അവരത് ചെക്ക് ചെയ്ത് ആയിരിക്കും ഇത് എടുത്തിട്ടുണ്ടാവുക. പക്ഷെ നേരത്തെ ഇരുന്ന് കുറെ ഡോസുകൾ കാണും, അത് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് വരും ദിവസങ്ങളിലോട്ട് അത് എടുത്തു വെക്കാറുണ്ട്. പക്ഷെ നമ്മളപ്പം അവരെ വിശ്വസിച്ചിട്ട് നമ്മൾ ഡേറ്റ് നോക്കാതെ പല മെഡിക്കേഷനും കൊടുക്കാറുണ്ട്. ഇവൻ ഞാനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പല സാഹചര്യങ്ങളും എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ബൾക്കായിട്ട് എടുത്ത് കളഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്? ഇത് ആരെങ്കിലും ഒരാൾ ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണ്. അങ്ങനെ അത് പിന്നെ ബാച്ച് നമ്പർ നോക്കും, എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിംഗ് ഡേറ്റ് എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ മനസ്സിലാവും ഇരിക്കുന്ന ഒരു ബാച്ച് ഫുള്ള് എക്സ്പയർഡ് ആയതാണ്. സോ അത് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. മെഡിക്കേഷൻ പ്രിപ്പറേഷനിൽ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇൻസ്പെക്ട് ദ വയൽ ഫോർ എനി ബ്രേക്കേജ്. ഈ പറഞ്ഞ ഒരു ബ്രേക്കേജ് എന്ന് പറയുന്നത് വയലിൽ എന്തെങ്കിലും രീതിയിലുള്ള പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇതിനൊന്നും നമുക്ക് സമയം കിട്ടാത്തത്ര തിരക്കുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഒരു മരുന്ന് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് കൊടുക്കത്തുള്ളൂ. അത്രമാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ വളരെ ലളിതമായിട്ട് നമ്മളത് നോക്കിയിട്ട് കൊടുക്കും. സോ അത് ബ്രേക്കേജ് എന്തെങ്കിലും ഉണ്ടോ? ബ്രേക്കേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കണ്ടാമിനേഷൻ ഉണ്ടായിരിക്കും, അത് അറിയുക. ഇൻസ്പെക്ട് ദ വയൽ ഫോർ എനി ടൈപ്പ് ഓഫ് സെഡിമെന്റേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെഡിമെന്റേഷൻ. ചില മെഡിക്കേഷൻസിന് ചില വയൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എക്സ്പയറി ഡേറ്റും ഒന്നും ആയി കാണത്തില്ല, പക്ഷെ അതിലൊരു സെഡിമെന്റേഷൻ കാണാൻ സാധ്യതയുണ്ട്. സെഡിമെന്റേഷൻ ഇല്ലാത്ത ടൈപ്പ് മെഡിക്കേഷനാണ്, പക്ഷെ അതിൽ അഡീഷണൽ ആയിട്ട് സെഡിമെന്റേഷൻ, അതായത് അടിയിൽ എന്തെങ്കിലും രീതിയിൽ ഒരു തരിയോ അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരിക്കലും ആ മെഡിക്കേഷൻ കൊടുക്കാൻ പാടില്ല. സോ ഒരു മെഡിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സെഡിമെന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഡിസ്കാർഡ് ചെയ്യണം. ദെൻ യൂസ് അസെപ്റ്റിക് ടെക്നിക് ടു ഡ്രോ അപ്പ് മെഡിക്കേഷൻ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ ക്ലീൻ ആയിട്ടുള്ള അസെപ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് മാത്രമേ ഒരു സിറിഞ്ച് വെച്ച് ഒരു നീഡിൽ വെച്ച് കറക്റ്റ് ആയിട്ട് അത് ഓപ്പൺ ചെയ്ത് തന്നെ അത് മെഡിക്കേഷൻ നമ്മൾ ലോഡ് ചെയ്യണം. ദെൻ ഏഴാമത്തെ സ്റ്റെപ്പ്, ചൂസ് ദ കറക്റ്റ് സൈറ്റ്. എവിടെയാണോ കറക്റ്റ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് ആ സൈറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്ത് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത്. ഈ സൈറ്റ് ആണെങ്കിലും ശരി, മെത്തേഡ് ആണെങ്കിലും ശരി. ഇപ്പൊ IM ഇഞ്ചക്ഷൻ ഉണ്ട്, IV ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ഉണ്ട്, ഇൻട്രാഡെർമൽ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. ഓരോ മെഡിക്കേഷനും ആക്ട് ചെയ്യുന്നതും അതിന്റെ എവിടെയാണോ അത് റീച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെയൊക്കെ വെച്ചിട്ടാണ്, എത്ര സമയം കൊണ്ട് റീച്ച് ചെയ്യണം എന്നുള്ളതിനെ വെച്ചിട്ടാണ് നമ്മൾ സൈറ്റുകൾ സെലക്ട് ചെയ്യുന്നത്. So select the appropriate injection site based on the type of medication and the patient's condition. Ensure the injection site is clean and free from any lesions or infections. നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ഇപ്പോൾ IM കൊടുക്കുവാണ്, ആ സമയത്ത് മസിലിന് തന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ആ സമയത്ത് അവിടെ ഒരു മുറിവുണ്ട് എന്നുണ്ടെങ്കിലും
നമ്മളത് കൊടുക്കാൻ നിൽക്കരുത്. മുറിവുണ്ട്, ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ ക്ലീൻ ചെയ്താൽ പോലും ആ ഏരിയ നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റ് അല്ല, ഒരു എസെപ്റ്റിക് മെത്തേഡിലോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ഇൻഫെക്ഷൻ നമ്മൾ ആയിട്ട് ഇൻസെർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ സൈറ്റ് സെലക്ട് ചെയ്യാതിരിക്കുക. ദെൻ അടുത്തത് എട്ടാമത്തെ സ്റ്റെപ്പാണ്. എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ ഡിസിൻഫെക്ഷൻ ആണ്. സ്കിൻ ഡിസിൻഫെക്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആൽക്കഹോൾ ഈസ് യൂസ്ഡ് ടു ഡിസിൻഫെക്ട് ദ സ്കിൻ പ്രയർ ടു ഇൻജെക്ഷൻസ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഇൻഫെക്ഷൻസ് കോസ്ഡ് ബൈ ബാക്ടീരിയ ഓൺ ദ സ്കിൻ ബീങ് ഇൻജെക്റ്റഡ് വിത്തിൻ ടിഷ്യൂ. അപ്പോൾ സ്കിൻ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നെ നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആൽക്കഹോൾ സോബുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന സ്പിരിറ്റ് വെച്ചിട്ട് നമ്മൾ സോബ് വെച്ചിട്ട് അല്ലെങ്കിൽ പഞ്ചിയിൽ മുക്കി നമ്മളത് ഡിസിൻഫെക്ട് ചെയ്യാറുണ്ട്. അപ്പം ആൽക്കഹോൾ ആണ് അതിന് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് പ്രോപ്പർ മെത്തേഡിൽ തന്നെ യൂസ് ചെയ്യണം. സ്വാബിംഗ് ദ ഇഞ്ചക്ഷൻ സൈറ്റ് വിത്ത് എ സാച്ചുറേറ്റഡ് 70% ആൽക്കഹോൾ സ്വാബ് ഫോർ 30 seconds. അപ്പൊ നമ്മളെല്ലാവരും ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് പെട്ടെന്ന് വരുന്നു, ഈ പറഞ്ഞ സ്പിരിറ്റ് മീൻസ് ആൽക്കഹോൾ കണ്ടുള്ള സ്പിരിറ്റ് നമ്മൾ സ്വാബിലേക്ക് വന്നു, അത് പെട്ടെന്ന് വൈപ്പ് ചെയ്യുന്നു, അപ്പോൾ തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. സോ ഇതിൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഈ പറഞ്ഞ സ്വാബ് 30 seconds ഡ്രൈ ആവാനുള്ളൊരു സമയം കൊടുക്കുന്നില്ല. അപ്പോൾ 30 seconds നമ്മൾ അവിടെ നമ്മളത് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യുന്നു, ദെൻ 30 seconds ഫോർ ഡ്രൈ ആവാനായിട്ട്. സോ അങ്ങനെ ചെയ്താൽ അത്രയും ഒരു ടൈം എടുത്താൽ മാത്രമേ അവിടെ പെത്തജൻസ് നമ്പർ കുറയത്തുള്ളൂ. സോ അതാണ് ഐഡിയൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അത് എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക. കാര്യം എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത്രയും സമയം കൊണ്ട് നമുക്ക് എടുത്തു തീർക്കാൻ പറ്റത്തില്ല എന്നറിയാം, എങ്കിലും മാക്സിമം പറ്റുന്ന അത്രയും സമയത്തേക്ക് ആ സ്വാബ് അവിടെ വെക്കുക. അത് ഡ്രൈ ചെയ്യാൻ സമയം ഡ്രൈ ചെയ്തിട്ട് മാത്രം ഇഞ്ചക്ഷൻ എടുക്കുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് അഡ്മിനിസ്റ്റർ ഇഞ്ചക്ഷൻസ്. അപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. യൂസ് എ സ്വിഫ്റ്റ് ആൻഡ് കൺട്രോൾഡ് മോഷൻ ടു ഇൻസെർട്ട് ദ നീഡിൽ ഇൻ ടു ദ സ്കിൻ അറ്റ് ദ ചൂസൺ ഇഞ്ചക്ഷൻ സൈറ്റ്. നമ്മൾ എല്ലാവരും ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിച്ചിട്ടുണ്ട്, ഇഞ്ചക്ഷൻ എടുത്ത ആൾക്കാരാണ്, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയാണോ എടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ പലർക്കും പല മെത്തേഡുകളിലാണ് യൂസ് ചെയ്യുന്നത്. ചിലർ സ്ലോ ആയിട്ട് ഇൻസെർട്ട് ചെയ്യാറുണ്ട്, ചിലർ ഫാസ്റ്റ് ആയിട്ട് ഇൻസെർട്ട് ചെയ്യുന്നവരുണ്ട്. എനിവേ, ഇൻസെർട്ട് ദ നീഡിൽ ഇൻ ദ സ്കിൻ അറ്റ് ദ ചൂസൺ ഇഞ്ചക്ഷൻ സൈറ്റ് വിത്ത് എ സ്വിഫ്റ്റ് മോഷൻ ഓർ കൺട്രോൾഡ് മോഷൻ. വളരെ ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ പാടില്ല, വളരെ സ്ലോ ആയിട്ടും ചെയ്യാൻ പാടില്ല. ഒരു ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു മെത്തേഡിൽ ഇൻസെർട്ട് ചെയ്യുക. Then pull back the plunger slightly to ensure no blood enters the syringe, indicating you are not in a blood vessel. So നമ്മൾ IM ഇഞ്ചക്ഷനോ മറ്റോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണിത്. നമ്മൾ ഒരിക്കലും IM ഇഞ്ചക്ഷൻ വെയിനിലല്ല കൊടുക്കുന്നത്, അപ്പോൾ അത് മസിലിലാണ് കൊടുക്കുന്നത്. മസിലിൽ ഒരിക്കലും ബ്ലഡ് വെസലിലോട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ IM ഇഞ്ചക്ഷന് നീഡിൽ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ആ പ്ലഞ്ചർ ഒന്ന് ബാക്കിലോട്ട് വലിച്ചു നോക്കും. സോ there is no blood എന്ന് കൺഫേം ചെയ്യുക. ബ്ലഡ് വെസലിലോട്ട് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് ആയിരിക്കത്തില്ല IM ഇഞ്ചക്ഷൻ ഉള്ളത്. അത് കൺഫേം ചെയ്യുക, ദെൻ മെഡിക്കേഷൻ കൊടുക്കുക. If no blood is aspirated, slowly push the plunger to inject the medication. Maintain a steady hand to ensure accurate delivery of the medication. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇഞ്ചക്ഷൻ കൊടുക്കാവൂ എന്നുള്ളത് പറഞ്ഞതിന്റെ കാര്യം, പല കേസുകളിലും ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നീഡില് ബോണിൽ കയറി ഇരുന്നിട്ടുള്ള കേസുകൾ വരെയുണ്ട്. അതായത് അത്രയും ഫാസ്റ്റ് ആയിട്ട് വളരെ തിന്നായിട്ടുള്ള ആൾക്കാരുടെ ബോഡിയിൽ IM ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നമ്മൾ 90 ഡിഗ്രിയിലാണ് IM ഇഞ്ചക്ഷന് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് നേരെ ബോണിൽ പോയി ബ്രേക്കായി, നീഡിൽ ടിപ്പ് ബ്രേക്കായ കേസുകൾ വരെയുണ്ട്. സോ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് നമ്മുടെ ഹാൻഡ് സ്റ്റഡി ആയിരിക്കണം. പ്രോപ്പർ ആയിട്ട് മെഡിക്കേഷൻ പുഷ് ചെയ്ത് അകത്ത് കൊടുക്കുക. Once the medication is administered, swiftly remove the needle and apply gentle pressure with a cotton ball or gauze to the injection site. നമ്മൾ വളരെ സാവധാനത്തിൽ നീഡിൽ റിമൂവ് ചെയ്യുക. മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്തതിനു ശേഷം then apply gentle pressure with a cotton ball or gauze to the injection site. അടുത്തതായിട്ട് സ്റ്റെപ്പ് 10 ആണ് അപ്രോപ്രിയേറ്റ് കളക്ഷൻ ഓഫ് ഷാർപ്സ്. നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന സാധനമാണ് സിറിഞ്ചും നീഡിലും എല്ലാം. എന്നാൽ ഇതിന് ശേഷം നമുക്ക് ഏറ്റവും തലവേദനയും ഈ പറഞ്ഞ സിറിഞ്ചും നീഡിലുമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നീഡിലാണ്, അല്ലെ? അപ്പൊ ഈ നീഡിൽ നമുക്ക് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ആഴ്ചകളോളം പഴക്കമുള്ള നീഡിലുകൾ ഇങ്ങനെ ചിലപ്പോൾ ചില പാക്കറ്റുകളിലായിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റുകളിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാമ്പർ പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കും. പക്ഷെ അതെല്ലാം ഫുള്ളായിട്ട് പിന്നെയും അതിൽ കുത്തി നിറച്ചിടുന്നത് കാണാറുണ്ട്. സോ ആ ഒരു കീഴ്വഴക്കം മാറ്റിയിട്ട് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം യൂസ് പഞ്ചർ പ്രൂഫ് ആൻഡ് ടാമ്പർ പ്രൂഫ് കണ്ടെയ്നേഴ്സ് അത് യൂസ് ചെയ്യുക.
do immediately place used needles and other sharps in a sharps disposal container to reduce the risk of needle sticks, cuts or punches from loose sharps. സോ നമ്മൾ പ്രൊസീജിയർ ആയി കഴിഞ്ഞിട്ട് സിറിഞ്ച് നീഡിലും ഒക്കെ കൊണ്ടുവന്നിട്ട് നീഡില് പ്രോപ്പർ ആയിട്ട് ഇതിൽ ഡിസ്പോസ് ചെയ്യണം. ഹബ് കട്ടറൊക്കെ ഉള്ള ഈ പറയുന്ന ടാമ്പർ പ്രൂഫ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതാണ് ഹബ് കട്ടർ ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക, ആ നീഡിൽസ് അതിൽ തന്നെ ഇട്ട് വയ്ക്കുക. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് മറന്നു പോകാതിരിക്കുക. ഫോളോ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി പ്രോട്ടോകോൾസ് ആൻഡ് PEP, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് മെഷേഴ്സ്, ഇഫ് ഇഞ്ചുറി ഒക്കേഴ്സ്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സ്പോഷർ വരുവാണ്, ഒരു നീഡിൽ പ്രിക്ക് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഉണ്ട്. അതിന്റെ പ്രത്യേകിച്ചുള്ള ക്ലാസ്സുകൾ ഇനി വരുന്നുണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇൻഫെക്ഷൻസിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കുക. ദെൻ അടുത്തത് സ്റ്റെപ്പ് 11, അപ്രോപ്രിയേറ്റ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ് കണ്ടെയ്നേഴ്സ് ഹാവ് ടു ബി പ്ലേസ്ഡ് അറ്റ് പോയിന്റ് ഓഫ് യൂസ്. ഇപ്പൊ നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റിന്റെ നമുക്ക് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് വേസ്റ്റ് കണ്ടെയ്നേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കണം. അത് എല്ലാ വാർഡുകളിലും ഉള്ളതാണ്, നമുക്കറിയാം. അതിന്റെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോളോ ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഫോർ ഡിസ്പോസൽ. എന്തൊക്കെയാണോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം, മെഡിക്കൽ വേസ്റ്റേജ് ഉണ്ടാവാം, അല്ലാത്ത വേസ്റ്റുകളെല്ലാം ഉണ്ടാവാം. ഇതിനെല്ലാം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഏതൊക്കെ വേസ്റ്റ് ബക്കറ്റിലാണ് ഇടേണ്ടത് അത് പ്രോപ്പർ ആയിട്ട് റൂള് ഫോളോ ചെയ്യുക. ജനറൽ വേസ്റ്റ് ഷുഡ് ബി ഡിസ്കാർഡഡ് അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി. ജനറൽ വേസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി അനുസരിച്ച് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇതിന്റെ അക്യുമുലേഷൻ മതി ഒരു വാർഡിന്റെ ഈ ആദ്യം പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം താറുമാറാവാൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ചത്. അടുത്തതായിട്ട് 12ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോണിറ്റർ ദ പേഷ്യന്റ്. സോ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരു സമയത്ത് പേഷ്യന്റ് എങ്ങനെ മോണിറ്റർ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Continuously monitor the patient's vital signs and condition throughout the injection or infusion process. അപ്പോൾ നമ്മളൊരു പേഷ്യന്റ് ഇൻഫ്യൂഷനോ ഇഞ്ചക്ഷനോ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. വാർഡിലെ തിരക്കാണ്, ഇതായിരുന്നു കാണുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ പേഷ്യന്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ ഡിപ്പെൻഡ് ആണ്. സോ അപ്പോൾ ആ ഒരു പേഷ്യന്റ് ഒട്ടും വയ്യാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള പേഷ്യന്റിന് നമ്മളൊരു മെഡിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ പേഷ്യന്റിനെ ശരിക്കും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. ഒരു ഇൻഫ്യൂഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുക എന്തൊക്കെയാണ് പേഷ്യന്റ് വൈറ്റൽ സയൻസ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് പറയാൻ കാര്യം, പല രീതിയിലുമുള്ള രക്ഷപ്പെടുത്താൻ പറ്റുന്ന പല പേഷ്യൻസിനെയും നമ്മുടെ ശ്രദ്ധ ഇല്ലായ്മ കൊണ്ട് ഒരുപാട് വർഷമായിട്ടുള്ള കണ്ടീഷനിലോട്ട് പോകുന്നത് കാണാറുണ്ട്. പല സിറ്റുവേഷനിൽ നമുക്കത് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. ആ പേഷ്യൻസിന്റെ അവസ്ഥ കുറച്ച് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുക. വാച്ച് ഫോർ എനി സൈൻസ് ഓഫ് അഡ്വേഴ്സ് റിയാക്ഷൻസ് സച്ച് ആസ് അലർജിക് റിയാക്ഷൻസ്, ഇൻഫെക്ഷൻ ഓർ ഇൻഫിൽട്രേഷൻ, എക്സ്ട്രാവസേഷൻ അറ്റ് ദ ഇഞ്ചക്ഷൻ സൈറ്റ്. ഏതെങ്കിലും രീതിയിലുള്ള അഡ്വേഴ്സ് റിയാക്ഷൻസ്, അലർജിക് റിയാക്ഷൻസ്, അല്ലെങ്കിൽ നീര് നമ്മുടെ ഇഞ്ചക്ഷൻ എടുത്ത സമയത്തോ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ കൊടുക്കുന്ന സമയത്തോ ഉണ്ടാകുന്ന എക്സ്ട്രാവസേഷൻ, ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. കാര്യം പേഷ്യന്റ് അത് ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. പേഷ്യന്റ് വിചാരിക്കും അത് അവിടെ പെയിൻ ആണ്, എനിക്കത് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സൂചി കുത്തിയതിന്റെ വേദനയാണെന്ന് വിചാരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോഴായിരിക്കും അത് നോക്കുന്നത് കൈ മുഴുവനായിട്ട് നീരടിച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് കറക്റ്റായിട്ടല്ല, അത് വെയിൻ്റെ അകത്തല്ല ഈ പറയുന്ന ക്യാനല ഉള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ ചിലപ്പോൾ ബഹളം വയ്ക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യവും നമ്മളൊരു ടൈം പീരീഡിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പേഷ്യന്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. അതാണ് 12ാമത്തെ സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 13th വൺ, ഡോക്യുമെന്റ് ദ പ്രൊസീജിയർ. എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതെല്ലാം പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. റെക്കോർഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇഞ്ചക്ഷൻ ഓർ ഇൻഫ്യൂഷൻ പ്രൊസീജിയർ ഇൻ ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്സ്, including date, time, the medication administered,
dosage, site, name and signature of person administered, any adverse reactions observed. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത്. ആക്ച്വലി ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. മെഡിക്കൽ ലീഗൽ കേസുകളൊക്കെ വരുന്ന സമയത്ത് ഈ റെക്കോർഡുകൾ നോക്കിയിട്ടാണ് നമ്മൾ അന്ന് ചെയ്ത പ്രൊസീജിയർ ആണ് അല്ലെങ്കിൽ അതല്ല ഒരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏക പ്രൂഫ് എന്ന് പറയുന്നത്. ഓറലിയോ മറ്റോ കാര്യങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, മെഡിക്കൽ ലീഗൽ ആയിട്ടുള്ള കേസുകളിലും ആണെങ്കിലും ശരി, നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ നമുക്കിത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അത് മാത്രമല്ല, ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ എന്താണോ ചെയ്തത് ആ പേഷ്യന്റിന് അത് വളരെ ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? അതിൽ ഡേറ്റ് ഉണ്ടായിരിക്കണം, ടൈം ഉണ്ടായിരിക്കണം. ഇത് പറയുന്നതിൽ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാ നഴ്സസ് റെക്കോർഡിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിലും ഡേറ്റ് ഉണ്ടാവും, പക്ഷെ പലപ്പോഴും ടൈം കാണത്തില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പേഷ്യന്റിന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു, ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്ത് ഇന്ന ടൈമിലാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ദെൻ ദ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റ്, എന്താണോ മെഡിക്കേഷൻ, ഈ പറയുന്നത് ഇത് ഏത് സമയത്താണോ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്തത്, ആ ഡേറ്റ്, ടൈം, ദെൻ ഏത് മെഡിക്കേഷനാണ് അഡ്മിനിസ്റ്റർ ചെയ്തത്, എത്രയാണ് ഡോസേജ്, എത്ര ഡോസ് ആണ് കൊടുത്തത്, എവിടെയാണ് കൊടുത്തത്, IM ആണോ, IV ആണോ, ഇൻട്രാഡെർമൽ ആണോ, സബ്ക്യൂ ആണോ, എന്താണെന്ന് വെച്ചാൽ ആ സൈറ്റ് മെൻഷൻ ചെയ്യുക. അപ്പം ഡേറ്റ് പറയണം, ടൈം പറയണം, ഏത് മെഡിക്കേഷനാണ് കൊടുത്തതെന്ന് പറയണം, ഡോസേജ് പറയണം, ദെൻ സൈറ്റ് പറയണം. ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പേഴ്സൺ അഡ്മിനിസ്ട്രേറ്റഡ്, ആരാണോ അഡ്മിനിസ്റ്റർ ചെയ്ത അയാളുടെ പേരും സിഗ്നേച്ചറും വേണം. അയാളുടെ സിഗ്നേച്ചർ മാത്രമേ എടുത്തുള്ളൂ, പേരും എഴുതി സിഗ്നേച്ചറും അതിലുണ്ടായിരിക്കണം. നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പേഴ്സൺ അഡ്മിനിസ്ട്രേറ്റഡ്. ദെൻ എനി അഡ്വേഴ്സ് റിയാക്ഷൻസ് ഒബ്സർവ്ഡ്. അപ്പൊ നമ്മൾ മെഡിക്കേഷൻ കൊടുത്ത ഒരു പേഷ്യന്റിന് ഇന്ന രീതിയിലുള്ള അഡ്വേഴ്സ് റിയാക്ഷൻസ് വന്നു, അത് നമ്മൾ അഡ്വേഴ്സ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തു, അഡ്വേഴ്സ് റിയാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡോക്ടറിനെ ഇൻഫോം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ പേഷ്യന്റിന് ഒരു മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം ഡോക്യുമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഇൻഫ്യൂഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് നോക്കാം. പ്രീ ഡ്രോൺ മെഡിക്കേഷൻസ് മസ്റ്റ് ബി ലേബിൾഡ് പ്രോപ്പർലി. അപ്പൊ നമ്മൾ നേരത്തെ മെഡിക്കേഷൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു സിറിഞ്ചിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മെഡിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന മെഡിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം പ്രോപ്പർലി ലേബിൾഡ് ആയിരിക്കണം, പ്രോപ്പറായിട്ട് ലേബിൾ ചെയ്ത് എഴുതി വെച്ചിരിക്കണം, എന്താണ്, എത്ര മണിക്കാണ് എന്നൊക്കെ കാര്യങ്ങൾ താഴെ പറയുന്നുണ്ട്. മെഡിക്കേഷൻസ് പ്രീ ഡ്രോൺ ടു ബി ലേബിൾഡ് സ്പെസിഫിക്കലി വിത്ത് ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ ഡ്രോ. എപ്പോഴാണോ അത് എടുത്തത്, എത്ര മണിക്കാണ് അത് എടുത്തത്, എന്നാണ്, എത്ര മണിക്കാണ് എടുത്തത്, ഇത് പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഡേറ്റ് ആൻഡ് ടൈം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ സിറിഞ്ചിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കണം, അപ്പൊ സിറിഞ്ചിൽ നമ്മൾ ലേബിൾ ചെയ്ത് വെക്കണം. നെയിം ഓഫ് ദ മെഡിക്കേഷൻ, മെഡിക്കേഷന്റെ പേര്, കാര്യം മെഡിക്കേഷൻ ഏതാണെന്ന് അല്ലാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. നെയിം ഓഫ് ദ മെഡിക്കേഷൻ, സ്ട്രെങ്ത് ഓഫ് ദ മെഡിക്കേഷൻ ആൻഡ് എക്സ്പയറി ഡേറ്റ്. ഈ മെഡിക്കേഷൻ, ഇതിലെടുത്ത മെഡിക്കേഷൻ നമുക്ക് വേറെ ഒരു രീതിയിലും അറിയത്തില്ല, അതിന്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴാണെന്നും അതിന്റെ സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത്. അതിന്റെ സ്ട്രെങ്തിന്റെ മെഷർമെന്റ് ഇപ്പൊ വയലിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ കാണും. അപ്പൊ അതും എക്സ്പയറി ഡേറ്റും കൂടെ എഴുതി വെക്കണം. ദെൻ പേഷ്യന്റ് ഡീറ്റെയിൽസ്, ഇപ്പൊ ഇന്ന പേഷ്യന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ പേഷ്യന്റിന്റെ പേര് എഴുതിയിരിക്കണം. ഇന്ന പേഷ്യന്റിന് വേണ്ടി മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ആ പേഷ്യന്റ് പേര് എഴുതിയിരിക്കണം. ഇനിഷ്യൽസ് ഓഫ് ദ പേഴ്സൺ ഡ്രോയിങ് ഓഫ് ദ മെഡിക്കേഷൻ, അതിന്റെ കൂടെ തന്നെ പേഷ്യന്റ് എടുക്കുന്ന ആളിന്റെ, ഏത് സ്റ്റാഫാണോ ഏത് നഴ്സാണോ എടുക്കുന്നത് അയാളുടെ ഇനിഷ്യൽസും അതിലുണ്ടായിരിക്കണം. ആരാണോ ലോഡ് ചെയ്തത് ആ ആളുടെ പേരോ അല്ലെങ്കിൽ ഇനിഷ്യൽസോ അതിലുണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഡ്രോൺ മെഡിക്കേഷൻസിൽ ലോഡ് ചെയ്ത് എടുക്കുന്ന, അത് പിന്നീടത്തേക്ക് യൂസിന് വേണ്ടിയിട്ട് എടുത്ത് സൂക്ഷിക്കുന്ന മെഡിക്കേഷൻസിൽ ഉണ്ടാവേണ്ടത്. ഡേറ്റ്, ടൈം വേണം, നെയിം ഓഫ് ദ മെഡിക്കേഷൻ വേണം, സ്ട്രെങ്ത് ഓഫ് ദ മെഡിക്കേഷൻ, എക്സ്പയറി ഡേറ്റ് വേണം, പേഷ്യന്റ് ഡീറ്റെയിൽസ് വേണം, ദെൻ ആരാണോ അത് എടുത്തത് അവരുടെ ഒരു ഇനിഷ്യലും ഉണ്ടായിരിക്കുന്നത്. ദെൻ make sure medications are prepared in a clean area free from contamination. ഇത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയേണ്ടത് മേക്ക് ഷുവർ മെഡിക്കേഷൻസ് ആർ പ്രിപ്പയർഡ് ഇൻ എ ക്ലീൻ ഏരിയ ഫ്രീ ഫ്രം കണ്ടാമിനേഷൻ. ഒരു രീതിയിലുള്ള കണ്ടാമിനേഷനും ഇല്ലാത്ത ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഏരിയ വെച്ചായിരിക്കും നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത്. Medication preparation area should not include any item that has come into contact with the blood or body fluids and is clean and dry.
ഒരു കാരണവശാലും ബ്ലഡോ ബോഡി ഫ്ലൂയിഡുമായിട്ടോ കോണ്ടാക്ട് വരുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ടും മെഡിക്കേഷൻ നമ്മൾ ലോഡ് ചെയ്യാനോ എടുക്കാനോ പാടില്ല. മെഡിക്കേഷൻസ് ഷുഡ് ഓൾസോ ബി സ്റ്റോർഡ് പ്രോപ്പർലി ടു ലിമിറ്റ് ദ റിസ്ക് ഓഫ് ടാമ്പറിങ്. അപ്പം ഒരു മെഡിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാഫിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും, അതായത് അവിടെ കിടക്കുന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സിനോ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ, അല്ലെങ്കിൽ അയാൾക്ക് പോയി എടുക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ആ മെഡിക്കേഷൻ വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ടാമ്പർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതിന് വേറെ ലേബലൊക്കെ ഒട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിക്സ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുക. Then carefully examine the vial for any visible contamination. വളരെ ശ്രദ്ധയോടെ നോക്കുക, അതിൽ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടാമിനേഷൻ ഉണ്ടോ, വയലിൽ എന്തെങ്കിലും രീതിയിലുള്ള കണ്ടാമിനേഷനോ സെഡിമെന്റേഷനോ കളർ ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഓൾസോ ചെക്ക് ആൻഡ് സീ ഇഫ് ഇറ്റ് ഇസ് എ സിംഗിൾ ഡോസ് ഓർ മൾട്ടി ഡോസ് വയൽ. ഇതൊരു സിംഗിൾ ഡോസ് വയലാണോ അല്ലെങ്കിൽ മൾട്ടി ഡോസ് ആണ്, നമ്മൾ അതിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം എടുക്കാൻ പറ്റുന്ന വയലുണ്ട്, ഒരു പ്രാവശ്യം മാത്രം എടുക്കാൻ പറ്റുന്ന സിംഗിൾ ഡോസ് വയലുണ്ട്. അപ്പൊ അതാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് അതിൽ ലേബൽ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് റിമെമ്പർ, വെൻ ഇൻ ഡൗട്ട് ത്രോ ഇറ്റ് ഔട്ട്. അതായത് നമുക്ക് സംശയമുണ്ട്, എന്തെങ്കിലും രീതിയിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല, ത്രോ ഇറ്റ് ഔട്ട്. അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് വിടുക. അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ ഇൻ ഡൗട്ട് ത്രോ ഇറ്റ് ഔട്ട്. അതൊരു യൂണിവേഴ്സൽ ആയിട്ട് പറയുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, മെഡിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതൊരു കണ്ടാമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇത് ടാമ്പേഡ് ആണ്, അല്ലെങ്കിൽ ബ്രേക്കേജ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യുക. മേക്ക് ഷുവർ സിംഗിൾ നീഡിൽ ആൻഡ് സിംഗിൾ സിറിഞ്ച് ആർ യൂസ്ഡ് ഫോർ എ സിംഗിൾ പേഷ്യന്റ്. ഒരു നീഡില് ഒരു സിറിഞ്ച് ഒരു പേഷ്യന്റ്. അത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഒരു നീഡില് ഒരു സിറിഞ്ച് ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. Then medications are always drawn with a new needle and a new syringe, regardless of whether that medication vial is dedicated for that patient only. അപ്പോൾ ഒരു പേഷ്യന്റിന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു മെഡിക്കേഷൻ ലോഡ് ചെയ്ത് അത് കൊടുത്തു, ആ സിറിഞ്ച് നീഡിലും വെച്ച് തന്നെ വേറെ, അപ്പൊ അയാൾക്ക് വേണ്ടി മാത്രമാണ് അടുത്ത മെഡിസിൻ എടുക്കുവാണ്. പക്ഷെ എങ്കിലും ശരി, അതൊരു പുതിയ നീഡിലും പുതിയ സിറിഞ്ചും എടുത്ത് മാത്രമേ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം അതേ നീഡിലും സിറിഞ്ചും എടുത്ത് വേറെ മെഡിക്കേഷൻ ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള കണ്ടാമിനേഷൻ ഉണ്ടാവാം. അതൊരു അസെപ്റ്റിക് മെത്തേഡ് അല്ല. അത് മാത്രമല്ല, മെഡിക്കേഷൻസ് തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാകാം. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കേഷൻ എടുത്ത് പേഷ്യന്റിന് കൊടുക്കുന്നു, അടുത്ത വേറെ മെഡിക്കേഷൻ ഉണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട് പേഷ്യന്റ് എന്നുണ്ടെങ്കിൽ അതേ നീഡിലും സിറിഞ്ച് എടുത്ത് യൂസ് ചെയ്യാതെ വേറെ നീഡിലും സിറിഞ്ച് യൂസ് ചെയ്തിരിക്കണം. Single use medication vials are used for only one patient and discarded when the vial is empty or at the end of the procedure. Single use medications, അത് ഒരു 2 ml മെഡിക്കേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പേഷ്യന്റ് 1 ml മതി, നമ്മളത് വിഡ്രോ ചെയ്ത് പേഷ്യന്റ് കൊടുത്തു. ബാക്കിയിരിക്കുന്നത് ഒരിക്കലും വീണ്ടും വേറൊരാൾക്ക് വേണ്ടിയിട്ട് പിന്നീട് ഒരിക്കൽ യൂസ് ചെയ്യാനായിട്ടോ പിന്നീട് ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടോ മാറ്റി വയ്ക്കാൻ പാടില്ല, അത് ഡിസ്കാർഡ് ചെയ്യുക. നെക്സ്റ്റ്, മാനുഫാക്ചേർഡ് pre-filled syringes that may have enough medication for more than one patient must still be used for only one patient and discarded at the end of the procedure. ഇപ്പോൾ പ്രീഫിൽഡ് ആയിട്ട് വരുന്ന മെഡിക്കേഷൻസ് ഉണ്ട്, സിറിഞ്ചസിൽ പ്രീഫിൽഡ് ആയിട്ട് വരുന്ന മെഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പം ഹെപ്പാരിൻബോൾ അങ്ങനെ കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു കാരണവശാലും അത് ഒരു പേഷ്യന്റിന് അതിന്റെ പകുതി ഡോസ് നമ്മൾ കൊടുത്തിട്ടുള്ള ബാക്കി പകുതി ഇരിക്കുകയല്ലേ വേറെ പേഷ്യന്റ് കൊടുക്കാം എന്ന് വിചാരിച്ച് ഒരിക്കലും അത് മാറ്റി വയ്ക്കാൻ പാടില്ല. കാര്യം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടാകാൻ വലിയ സമയം വേണ്ടി വരത്തില്ല. സോ അത് സിംഗിൾ യൂസ് സാധനമാണ്, അതിൽ വേറെ ഒന്നും ചേർത്ത് കാണത്തില്ല, മൈക്രോസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും മെഷേഴ്സ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത് ഒരാൾക്ക് യൂസ് ചെയ്താൽ അത് ബാക്കി മെഡിസിൻ ഉണ്ടെങ്കിൽ പോലും അത് ഡിസ്കാർഡ് ചെയ്യുക. ഓക്കെ. Then bags of IV solutions are used for only one patient and discard at the end of the procedure. ഇപ്പോൾ ഒരു IV സൊല്യൂഷൻ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നു, ആ പേഷ്യന്റിന് അത് കംപ്ലീറ്റ് ആയിട്ട് പോലും ഒരു 500 ml IV സൊല്യൂഷൻ കൊടുക്കുകയാണ്, പക്ഷെ 250 മതിയായിരുന്നു, ബാക്കി ഒരിക്കലും അടുത്തൊരു പേഷ്യന്റിന് നമ്മൾ കൊടുക്കത്തില്ല. നമ്മളത് ഫോളോ ചെയ്യുന്നില്ല എങ്കിലും അത് പറഞ്ഞു തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധയിലുണ്ടായിരിക്കും. Then medication administration tubing and connectors are only used for one patient. നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്, പക്ഷെ അത് ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ട്യൂബിങ്സ് ഒക്കെ നമ്മൾ IV ഫ്ലൂയിഡിൽ യൂസ് ചെയ്യുന്ന ട്യൂബിങ്സ് ഒന്നും വേറൊരാൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യത്തില്ല, ശ്രദ്ധിച്ചിരിക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് മൾട്ടി ഡോസ് ഇഞ്ചെക്ടബിൾ മെഡിക്കേഷൻസ് ഫോർ വൺ പേഷ്യന്റ്. മൾട്ടി ഡോസ് injectable medications for one patient. It is better to use multi-dose injectable medications
ഒരാളിന് വേണ്ടി മാത്രം, ഒരു പേഷ്യന്റിന് വേണ്ടി മാത്രമേ മൾട്ടി ഡോസ് ഇഞ്ചെക്ടബിൾ മെഡിക്കേഷൻസ് യൂസ് ചെയ്യാവൂ. Then multi-dose medications used for more than one patient are not to be stored or accessed in the immediate area where direct patient contact. നമുക്കിപ്പോൾ ഒരു പേഷ്യന്റിൽ നിന്നിപ്പോൾ നമ്മൾ ഇൻസുലിൻ നമ്മളിപ്പോൾ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നത്. അതെല്ലാം ഓരോ നീഡിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും സോപ്പ് കൊണ്ട് വൈപ്പ് ചെയ്ത് അത് സ്റ്റെറൈലാക്കി മാത്രമേ തിരിച്ചു വെക്കാവൂ. അപ്പൊ ഇത് പേഷ്യന്റിന് കയ്യിൽ കിട്ടുന്ന രീതിയിലൊന്നും വെക്കാൻ പാടില്ല. കാര്യം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ടാമ്പർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് നിർത്തുക. Then point of care devices, example blood glucose monitoring devices, then or machines need to be cleaned with an EPA, Environmental Protection Agency registered disinfectant or germicidal wipe. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളുണ്ട്, ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസസ്, അങ്ങനത്തെ മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ EPA രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് ജെർമിസൈഡൽ വൈപ്പുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അല്ലാതെ സാധാരണ നമ്മൾ ഈ പറയുന്ന പോലെ ഉള്ള ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്പിരിറ്റ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസ് ഒക്കെ ക്ലീൻ ചെയ്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അകത്ത് പോയിട്ട് ഇതിന്റെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് പാർട്സുകളുണ്ട്, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള വൈപ്പുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അത് സപ്ലൈയിൽ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ ജെർമിസൈഡൽ വൈപ്പുകൾ വെച്ചിട്ട് വേണം അത് ക്ലീൻ ചെയ്യേണ്ടത്. So they are cleaned with 70% alcohol swab, bleach wipes or according to the manufacturer's instruction. ഓരോ മാനുഫാക്ചറും പറഞ്ഞിട്ടുണ്ടാകും ഇത് മാത്രമേ ഉപയോഗിക്കാവൂ, ഈ വൈപ്പ് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിവൈസ് കംപ്ലൈന്റ് ആവാൻ സാധ്യത കൂടുതലാണ്. Before you use either the bleach or disinfectant wipe, make sure to check the manufacturer's instruction for cleaning to ensure these specific products are not harmful to the device or machine. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. Appropriately discard all used needles, syringes and single dose vials after a procedure. ഒരു പ്രൊസീജിയറിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, നീഡിൽസും സിറിഞ്ചസും എല്ലാ സിംഗിൾ ഡോസ് വയൽസും എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്തിരിക്കണം. Then follow needle stick injury protocols and post-exposure prophylaxis. ഇപ്പോൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടാകുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസിൽ വരുന്നത്. ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഈ സിറ്റുവേഷൻസ് നമുക്ക് വരത്തില്ല എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള പോസ്റ്റ് എക്സ്പോഷർ ആയിട്ട് പ്രൊഫൈലാക്സിസ് എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ളത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പല ക്ലാസ്സുകളും കഴിഞ്ഞിട്ടുള്ളതാണ്, ഇനിയും ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്യുക. അതിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള മെഷേഴ്സ് എടുത്താൽ മതി. അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ വരാറില്ല. പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ശരിക്കും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. മേക്ക് ഇഞ്ചക്ഷൻ സേഫ്റ്റി എ പാർട്ട് ഓഫ് യുവർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം. ഇഞ്ചക്ഷൻ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ ഒരു പാർട്ടായിട്ട് നമ്മുടെ തന്നെ ഓരോ ദിവസത്തെയും നമ്മുടെ രീതികളുടെ ഒരു പാർട്ടായിട്ട് മാറ്റാൻ ശ്രദ്ധിക്കുക. ഹാവ് എ ഡെഡിക്കേറ്റഡ് person responsible for infection control in your facility and include safe injection practices in your facility, risk assessment and infection control program. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ യുവർ ഫെസിലിറ്റി ആൻഡ് ഇൻക്ലൂഡ് സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് ഇൻ യുവർ ഫെസിലിറ്റി, റിസ്ക് അസസ്മെന്റ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം. അതിനുവേണ്ടി ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ഉണ്ടായിരിക്കണം. സിംഗിൾ ഡോസ് വയൽ സിംഗിൾ ഡോസ് വയൽ എങ്ങനെ നമ്മൾ സിംഗിൾ ഡോസ് വയൽ അതിൽ നിന്ന് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് നോക്കാം. എ സിംഗിൾ ഡോസ് or single use vial is a vial of liquid medication intended for parenteral administration, injection or infusion, that is meant for use in a single patient or a single case procedure or injection. അപ്പോൾ സിംഗിൾ ഡോസ് വയൽ എന്ന് പറയുന്നത് ഒറ്റ ഡോസിന് വേണ്ടിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആംബ്യൂൾസ് ഒക്കെ ഉണ്ട്, അല്ലാതെ വയൽസും ഉണ്ട്. ആംബ്യൂൾസ് ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒറ്റ പ്രാവശ്യത്തേക്ക് നമുക്ക് അത് മെഡിക്കേഷൻ ലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, അതിനുശേഷം യൂസ് ചെയ്യാൻ പാടില്ല. അതിനെയാണ് സിംഗിൾ ഡോസ് വയൽ എന്ന് പറയുന്നത്.
അപ്പോൾ സിംഗിൾ ഡോസ് വയൽസ് ടിപ്പിക്കലി ലാക്ക് ആൻ ആന്റി മൈക്രോബിയൽ പ്രിസർവേറ്റീവ്. എന്തുകൊണ്ട് അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും അത് റീയൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത മെഡിക്കേഷൻസ് ആണ് ഇതിൽ കൂടുതലും വരുന്നത്. അപ്പൊ നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു രാവിലത്തെ ഷിഫ്റ്റിൽ ഓപ്പൺ ചെയ്ത് വെച്ചു, ഈവനിങ് ഷിഫ്റ്റിൽ അത് വീണ്ടും യൂസ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അത് കണ്ടാമിനേറ്റഡ് ആയിരിക്കും, മൈക്രോബിയൽ ഗ്രോത്ത് അതിൽ ഉണ്ടായി കാണും. അപ്പൊ നമ്മളായിട്ട് പേഷ്യന്റിന് ഇൻഫെക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്, അത് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് സേവ് ലെഫ്റ്റ് ഓവർ മെഡിക്കേഷൻ ഫ്രം ദീസ് വെസൽസ്. ഒരിക്കലും അതിൽ നിന്ന് ബാക്കി വരുന്ന മെഡിക്കേഷനെ, ആ വയലിൽ നിന്ന് ബാക്കി വരുന്ന മെഡിക്കേഷനെ വീണ്ടും പിന്നീട് ഒരു സമയത്തേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഹാർംഫുൾ ബാക്ടീരിയ ക്യാൻ ഗ്രോ ആൻഡ് ഇൻഫെക്ട് എ പേഷ്യന്റ്. ഡിസ്കാർഡ് ആഫ്റ്റർ എവറി യൂസ്. ഒറ്റ യൂസിന് ശേഷം അതിൽ നിന്ന് ഒരു പ്രാവശ്യം മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്ത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്കാർഡ് ചെയ്യുക. Then multi-dose vial എന്താന്ന് നോക്കാം. Multi-dose vial is a vial of liquid medication intended for parallel administration, injection or infusion that contains more than one dose of medication. ഒരു ഡോസിൽ കൂടുതലായിട്ട് മെഡിക്കേഷൻ ഉള്ള അങ്ങനെ വരുന്ന വയലിനെ പറയുന്നതാണ് മൾട്ടി ഡോസ്. അത് മാത്രമല്ല മൾട്ടി ഡോസ് എന്നുള്ളത് ആ വയലിൽ വളരെ വ്യക്തമായിട്ട് പ്രിന്റ് ചെയ്തിരിക്കും മൾട്ടി ഡോസ് വയൽ ആണ് ഇത് എന്നുള്ളത്. അപ്പോൾ മൾട്ടിഡോസ് വയൽസ് ആർ ലേബിൾഡ് ആസ് സച്ച് ബൈ ദ മാനുഫാക്ചറർ ആൻഡ് ടിപ്പിക്കലി കണ്ടെയ്ൻ ആൻ ആന്റി മൈക്രോബിയൽ പ്രിസർവേറ്റീവ് ടു ഹെൽപ്പ് പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. സോ മൾട്ടിഡോസ് വയൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിനെ പ്രോപ്പറായിട്ട് എസെപ്റ്റിക് ആയിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിരിക്കണം. അഥവാ ബൈ ചാൻസിന് എന്തെങ്കിലും രീതിയിലുള്ള മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഈ പറഞ്ഞ മൾട്ടി ഡോസ് വയൽസിന്റെ ഒരു പ്രത്യേകത. സോ മൾട്ടി ഡോസ് വയൽസ് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ആ വയൽസിൽ മൾട്ടി ഡോസ് വയൽ എന്ന് പ്രിന്റ് ചെയ്തിരിക്കും, മാനുഫാക്ചർ അത് അതിൽ ലേബൽ ചെയ്തിരിക്കും, അത് ഇമ്പോർട്ടന്റ് ആണ്. ദ പ്രിസർവേറ്റീവ് ഹാസ് നോ എഫക്ട് ഓൺ വൈറസസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ദ പ്രിസർവേറ്റീവ് ഹാസ് നോ എഫക്ട് ഓൺ വൈറസസ് and does not protect against contamination when healthcare personnel fail to follow safe injection practices. നമ്മൾ ഇത്രയും പറഞ്ഞ സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം ഈ പറഞ്ഞ മൾട്ടിഡോസ് വയൽസിലും ഇമ്പോർട്ടന്റ്. ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിസർവേറ്റീവ് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നോട്ട് ചെയ്യേണ്ട കാര്യം, വൈറസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒന്നും ഇതിൽ കാണില്ല. സോ സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസ് അല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിനെ കണ്ടാമിനേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ എപ്പോഴും സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എ മൾട്ടിപ്പിൾ ഡോസ് വയൽ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഇറ്റ്സ് FDA അപ്രൂവ്ഡ് ലേബൽ. അതിൽ തന്നെ ലേബൽ ഉണ്ടാവും, FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ലേബൽ ഉണ്ടാവും. ഇഫ് മൾട്ടി ഡോസ് വയൽസ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ മോർ ദാൻ വൺ പേഷ്യന്റ്, they should only be kept and accessed in a dedicated clean medication preparation area, example nurse station, away from immediate patient treatment areas. അതായത് മൾട്ടിഡോസ് വയൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്കോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അതിൽ നിന്ന് നമ്മൾ മെഡിക്കേഷൻ ഡ്രോ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് ഇത് വളരെ ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ ഇതിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന സമയത്തോ മെഡിക്കേഷൻ പ്രിപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത് ഒരു നഴ്സ് സ്റ്റേഷനോ അല്ലെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ ഏരിയ ആയിരിക്കണം. ആ ഏരിയയിൽ വെച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. Discard multi-dose vials when the beyond use date has been reached, when doses are drawn in a patient treatment area or any time the sterility of the vial is in question. Discard multi-dose vials when the beyond use date. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഡേറ്റ് ഉണ്ട്, അതിന് പുറത്ത് പോവുകയാണെങ്കിൽ നമ്മളൊരു മൾട്ടി ഡോസ് വയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്തിട്ട് ഇത്ര ദിവസത്തിനകത്ത് അത് യൂസ് ചെയ്യണമെന്നുണ്ട്, ഇത്ര സമയത്തിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ട്. അതിന് പുറത്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്കാർഡ് ചെയ്യുക. പിന്നെ അതിന് ഒരു രീതിയിലുള്ള യൂസേജിനും അത് നിൽക്കാൻ പാടില്ല. സിംഗിൾ ഡോസ് വയൽസ് ആൻഡ് മൾട്ടിഡോസ് വയൽസ് ക്യാൻ കം ഇൻ എനി ഷേപ്പ് ആൻഡ് സൈസ്. Do not assume that a vial is an SDV or MTV. That means single dose vial or a multi-dose vial based on size or volume of medication. Always check the label. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാര്യം ഒരു നഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾ മെഡിക്കേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് സിംഗിൾ ഡോസ് മെഡിക്കേഷൻസ് കാണും, മൾട്ടി ഡോസ് വയൽസും കാണും, സിംഗിൾ ഡോസ് വയൽസും കാണും, മൾട്ടി ഡോസ് വയൽസും കാണും.
നമ്മൾ വിചാരിക്കും വലിയ ബോട്ടിലാകുമ്പോൾ അത് മൾട്ടി ഡോസ് ആവാം എന്ന് വിചാരിക്കും. സോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും അത് ചെയ്യുക, എപ്പോഴും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ആ ലേബിൾസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അത് മാത്രം വിശ്വസിക്കുക. അല്ലാതെ ബോട്ടിലിന്റെ സൈസോ അപ്പിയറൻസോ കണ്ട് വിശ്വസിക്കരുത്. എല്ലാ ബോട്ടിലും സിംഗിൾ ഡോസ് വയൽസ് ആണെന്നെങ്കിൽ അങ്ങനെ എഴുതിയിരിക്കും, മൾട്ടി ഡോസ് വയൽസ് ആണെങ്കിൽ അങ്ങനെ എഴുതിയിരിക്കും. അത് മാറിപ്പോരുക. ഓൾവേസ് ചെക്ക് ദ ലേബിൾ. Then open vial policy ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. Open vial policy, according to UIP, Universal Immunization Program, open vial policy allows reuse of partially used multi-dose vials up to 4 weeks if certain conditions are met. Open vial policy, ഒരു വയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നാൾ, 4 ആഴ്ച വരെ നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിന് പക്ഷേ കുറച്ച് ക്രൈറ്റീരിയാസ് മെറ്റ് ചെയ്തിരിക്കണം. Opened vials can be used to withdraw a number of doses if they are stored correctly. അത് കറക്റ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അസെപ്റ്റിക് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ അത് 4 ആഴ്ച വരേക്ക് നമുക്ക് അതിൽ നിന്ന് മെഡിക്കേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ദിസ് റെഡ്യൂസസ് ദ വേസ്റ്റേജ് ഓഫ് വാക്സിൻ. ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും നമുക്ക് വാക്സിൻസിന്റെ സെക്ഷനിൽ ഇത് വളരെ പ്രയോജനമാണ്. കാര്യം വാക്സിൻസ് ഒറ്റ സമയം കൊണ്ട് മൾട്ടി ഡോസ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത്, മൾട്ടിപ്പിൾ ഒരു ബോട്ടിലിൽ നിന്ന് ഒരുപാട് പേർക്ക് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുക. 4 ആഴ്ച വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന വാക്സിൻസ് ഉണ്ട്. സോ അതിന്റെ പ്രയോജനം നമുക്ക് ഈ ഓപ്പൺ ചെയ്ത വാക്സിൻ വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. കാര്യം ഇതെല്ലാം മേക്ക് ചെയ്യുന്നതിനും അതിനൊക്കെ ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഉള്ളതാണ്. അത് മാത്രമല്ല അതിന്റെ വേസ്റ്റേജ് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഓപ്പൺ വയലിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. Vaccines, vials opened in session site can be used in more immunization sessions if following conditions are met. നമുക്ക് 4 ആഴ്ച വരെ യൂസ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അതുവരെ പോകാൻ പറ്റുന്നത്, അത്രയും നാൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കൊരു വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ സെഷൻസ് വയ്ക്കുന്ന സമയത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അത്രയും നാളത്തേക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏതൊക്കെ കണ്ടീഷൻസ് മെറ്റ് ചെയ്താലാണെന്നാണ് താഴെ പറയുന്നത്. ദ എക്സ്പയറി ഡേറ്റ് ഹാസ് നോട്ട് പാസ്ഡ്. ഒരിക്കലും എക്സ്പയറി ഡേറ്റ് ആ വാക്സിന്റെ എക്സ്പയറി ഡേറ്റ് പാസ് ചെയ്യാൻ പാടില്ല. Vaccines are stored under appropriate temperature range both during transportation and storage at cold chain point. Vaccines are stored under appropriate temperature range both during transportation and storage at cold chain points. ഇത് പ്രോപ്പർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം പോയിരിക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വാക്സിൻ വയൽ സെപ്റ്റം ഹാസ് നോട്ട് സബ്മേർജ്ഡ് ഇൻ വാട്ടർ. വാക്സിൻ വയൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്സിന്റെ അടപ്പുണ്ട്, ആ അടപ്പ് സെപ്റ്റം എന്ന് പറയുന്നതാണ്. അത് ഒരിക്കലും വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരാൻ പാടില്ല. കാര്യം മൾട്ടിപ്പിൾ ടൈം പ്രിക്ക് ചെയ്യുന്ന സമയത്ത് വാട്ടർ അതിനകത്ത് എൻറ്റർ ചെയ്യാനും കണ്ടാമിനേറ്റഡ് ആവാനും സാധ്യതയുണ്ട്. ഓപ്പൺ വയൽ ഷുഡ് നോട്ട് ബി സബ്മർജ്ഡ് ഇൻ വാട്ടർ ആസ് ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ. ഒരിക്കലും അത് സബ്മർജ് ചെയ്യാൻ പാടില്ല, കണ്ടാമിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അസെപ്റ്റിക് ടെക്നിക് ഹാസ് ബീൻ യൂസ്ഡ് ടു വിത്ഡ്രോ ഓൾ ഡോസസ്. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാക്സിൻ വയൽ മോണിറ്റർ ഹാസ് നോട്ട് റീച്ച്ഡ് ഡിസ്കാർഡ് പോയിന്റ്. ഡിസ്കാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു വാക്സിൻ വയൽ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഓരോ വാക്സിന്റെയും പുറത്ത് അതിനൊരു വാക്സിൻ വയൽ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് 2 സമയത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും, 2 സമയത്ത് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പല സിറ്റുവേഷനിലും ഈ പറയുന്ന ആ ഒരു സ്ക്വയർ വൈറ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, അല്ലാത്ത സമയത്ത് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. All opened vials must be discarded immediately if the aseptic procedures has not been followed or there is a suspicion that the vial is contaminated. കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ള സസ്പീഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അസെപ്റ്റിക് മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല. എൻഷുർ ഓൾ ഓപ്പൺ വയൽസ് ഹാവ് റെക്കോർഡഡ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഓപ്പണിംഗ്. എല്ലാ വയൽസിനും റെക്കോർഡിംഗ് ഡേറ്റും ടൈമും ഉണ്ടെന്നുള്ള കാര്യം അറിയുക. All vials should be transported in a zipper bag in the vaccine carrier. വാക്സിൻ കാരിയറിൽ ഒരു സിപ്പർ ബാഗിലായിരിക്കണം വിത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഐസ് പാക്കോടുകൂടി. വെൽ സീൽഡ് കണ്ടീഷൻഡ് ഐസ് പാക്ക് ഷുഡ് ബി യൂസ്ഡ് ഇൻ വാക്സിൻ കാരിയർ ആൻഡ് വാട്ടർ ഷുഡ് നോട്ട് ബി അലൗഡ് ടു അക്യുമുലേറ്റ് വെയർ വാക്സിൻ വയൽസ് ആൻഡ് ഡയലൂൺസ് ആർ സ്റ്റോർഡ്. വാക്സിൻ വയൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള ഐസ് പാക്കേജ് ഇല്ലാതെ കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വാട്ടറിന്റെ കണ്ടാമിനേഷൻ അക്യുമുലേഷൻ ഉണ്ടാവാനും പാടില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാക്സിൻ 4 ആഴ്ച വരെ നമുക്ക് വാക്സിന് കീപ്പ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു. അത് എങ്ങനെ ആയിരിക്കണം, ഈ മെഷേഴ്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എത്ര നേരം പറഞ്ഞത്
സേഫ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ഇൻഫ്യൂഷൻ പ്രാക്ടീസസിനെ പറ്റിയിട്ടാണ് അതിന്റെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. പക്ഷെ പ്രോപ്പറായിട്ട് അത് മോണിറ്റർ ചെയ്യാനും അത് ഫോളോ ചെയ്യാനും നമുക്ക് പറ്റിയിരിക്കണം. ഓപ്പൺ വാക്സിനേഷൻ, ഓപ്പൺ ചെയ്തിരിക്കുന്ന വാക്സിൻസിനെ നമുക്ക് എത്ര നാള് വരെ ഹോൾഡ് ചെയ്യാം, അത് എന്തൊക്കെയാണ് അതിൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്, അതിൽ വരാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ അവസാനം പറഞ്ഞത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഐസിൽ ഒരു സിപ്പർ ബാഗിൽ ഐസ് പാക്കേജോട് കൂടി തന്നെ അത് എപ്പോഴും വെക്കാവൂ. വാട്ടറുമായിട്ട് തന്നെ മസ്റ്റായിട്ടും കോണ്ടാക്ട് വരാൻ പാടില്ല. ഓപ്പൺ വൈസിലെല്ലാം ഡേറ്റും കാര്യങ്ങളും ടൈം ഓഫ് ഓപ്പണിങ്ങും മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സേഫ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആൻഡ് ഇൻഫ്യൂഷൻ പ്രോട്ടോകോൾസിൽ പറയാനായിട്ട് ഉള്ളത്.